Welcome back to our English class. See, നോക്ക് നമ്മുടെ ടെൻഡ് ടച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാടില്ലേ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പാടൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ പാടൊക്കെ പഠിച്ചു. ഇനി നമ്മുടെ പാഠത്തിൽ നമുക്ക് ഒരു ആക്ടിവിറ്റി മാത്രമാണ് എന്തുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആ ആക്ടിവിറ്റി എന്താണ്? നമുക്കൊരു സ്റ്റോറി മേക്കിംഗ് ആണല്ലേ, സ്റ്റോറി മേക്കിംഗ്. സോ ലെറ്റ്സ് മേക്ക് എ സ്റ്റോറി. നമുക്ക് എന്ത് ചെയ്യാം, ഒരു കഥ ഉണ്ടാക്കാം. നിങ്ങൾക്കും എനിക്കും കൂടി നമ്മുടെ ടെൻഡ് ടച്ച് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും ഒരു കഥ എന്ത് ചെയ്യണം, കഥ ഉണ്ടാക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ആക്ടിവിറ്റി നമ്പർ 16 ആണല്ലേ. മറ്റുള്ള ആക്ടിവിറ്റീസ് അതിൻ്റെ ചോദ്യങ്ങളോ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടില്ലേ മക്കളെ? ഇവിടെ നോക്ക്, ആക്ടിവിറ്റി 16 ആണ്. ഈ 16 ആക്ടിവിറ്റി നോക്കിയേ, ഒബ്സർവ് ദ പിക്ചേഴ്സ്. നമുക്ക് ഒത്തിരി പിക്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെടുത്ത് ഓരോ ചിത്രം സൂക്ഷിച്ച് നോക്കാനാണ് പറയുന്നത്. എന്നിട്ട് നോക്കുക, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ ഒത്തിരി സ്ഥലം തന്നിട്ടുണ്ട്, ലൈക്ക് മൈ ക്രിയേറ്റീവ് സ്പേസ് എന്ന് പറഞ്ഞിട്ട്. സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ഥലം അല്ലേ. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കഴിവ് അനുസരിച്ച് ഉണ്ടാക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം മൈ ക്രിയേറ്റീവ് സ്പേസ് എന്ന് പറയുന്ന സ്ഥലം അവിടെ തന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ചിത്രങ്ങൾ നോക്കി 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 നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു കഥ ഉണ്ടാക്കണം. നോക്കാം, നമുക്ക് ആദ്യത്തെ 2 ചിത്രമാണ് മിസ് ഫസ്റ്റ് എടുത്തത് കേട്ടോ. ദേ നോക്ക്, നമ്മുടെ ചിത്രത്തിൽ നമുക്കൊരു പോ ഗേൾ ഉണ്ട് അല്ലേ. അവൾ ഒത്തിരി ഫ്രൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യണം, അവളെ ബാസ്ക്കറ്റിൽ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ട്. ആ ഫ്രൂട്ട്സ് നിറച്ച കൊട്ടയുമായിട്ട് ബാസ്ക്കറ്റുമായിട്ട് അവൾ എന്ത് ചെയ്യാണ്, അവളിങ്ങനെ മാർക്കറ്റിലേക്ക് അത് വിൽക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അത് എഴുതണം ആദ്യം. ഓക്കെ, ആരാണ് ഈ പെൺകുട്ടി? മിസ് പെൺകുട്ടിക്ക് ഒരു പേരൊന്നും കൊടുത്തിട്ടില്ല, ഗേൾ എന്നാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, പ്രശ്നമില്ല കേട്ടോ. നോക്ക, once upon a time there lived a poor girl. നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ പറയാണ് once upon a time. കുറേയിലെ എന്താണ്, ഒരു സമയത്ത് ഒരു സ്ഥലത്ത് ഒരു പാവം പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. There lived a poor girl അല്ലേ. ഒരു poor girl എന്ന് പറഞ്ഞാൽ എന്താ, പാവപ്പെട്ട പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. She used to carry fruits on her shoulder and sold in the market. അവൾക്ക് എപ്പോഴും, അവൾ എങ്ങനെയായിരുന്നു ജീവിച്ചത്, അവൾക്ക് ഒരു ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു കൊട്ടയുണ്ടായിരുന്നു. ആ കൊട്ടയിൽ അവൾ എന്ത് ചെയ്യും, എല്ലാ ഫ്രൂട്ട്സ്, മാംഗോ, ആപ്പിൾ, ബനാന, ഓറഞ്ച്, ഇതൊക്കെ എന്ത് ചെയ്യും, ആ കൊട്ട നിറയെ നിറച്ചിട്ട് മാർക്കറ്റിലേക്ക് പോകും. ഓക്കെ, മാർക്കറ്റിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് ഈ ഫ്രൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യും, വിൽറ്റിട്ട് പൈസ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ആ പാവക്കുട്ടി എന്ത് ചെയ്തത്, ജീവിച്ചത്. ഓക്കെ, അവൾക്ക് ഭക്ഷണമൊക്കെ വാങ്ങണ്ടേ, ഉടുപ്പ് വാങ്ങണ്ടേ, പൈസ വേണ്ടേ. അപ്പൊ അവള് ഫ്രൂട്ട്സ് വിറ്റിട്ടാണ് എന്ത് ചെയ്തത്, അവള് ജീവിച്ചത്. One day, ഒരു ദിവസം, she filled her basket full of fruits and left the market. Okay, അവൾ എന്ത് ചെയ്തു, ഒരു ദിവസം എല്ലാ ദിവസം പോലെ തന്നെ അവൾ കൊട്ട നിറച്ച് എന്താണ്, കൈതച്ചക്കയും ആപ്പിളും മാംഗോ ഒക്കെ എന്ത് ചെയ്തു, നിറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, വളരെ ഹാപ്പി ആയിട്ട് പാവം കുട്ടി അവൾ എങ്ങോട്ടേക്ക് പോവാണ്, അവള് എങ്ങോട്ടേക്ക് പോയത്, അവള് മാർക്കറ്റിലേക്ക് പോയി. ദേ പോകുന്ന വഴിക്ക് അവൾ അറിയുന്നില്ല കേട്ടോ, അവൾ ഇങ്ങനെ നടക്കാണ്. പോകുന്ന വഴിക്ക് അവളെ ബാക്കിൽ നിന്ന് ആര് വരാണ്, ഒരു കൊമ്പൻ വരാണ്. കൊമ്പൻ ഇങ്ങനെ കൊമ്പൊക്കെ നീട്ടി ഒരു കൊമ്പൻ എന്ത് ചെയ്ത്, ദേ കൊട്ടേന്ന് എന്ത് ചെയ്തു, ഒരു ഫ്രൂട്ട് ഇങ്ങനെ എടുത്തു. എന്ത് ചെയ്തു, ഒരു ഫ്രൂട്ട് ഇങ്ങനെ അങ്ങ് എടുത്ത്. ഓൺ ദ വേ ടു ദ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് an elephant, ഒരു കൊമ്പനാണ്, ഒരു ആന, saw her, അവളെ കണ്ടു. എന്നിട്ട് എന്താ ചെയ്തേ, and without a notice, അവള് ശ്രദ്ധിക്കാതെ, he took an orange from the basket. എന്തെടുത്തു, അവളെ കൊട്ടയിൽ നിന്നും ഒരു ഓറഞ്ച് എന്ത് ചെയ്തു, ഇങ്ങനെ അങ്ങ് പൊക്കി എടുത്ത് എന്ത് ചെയ്തു, ഒരൊറ്റ വിഴുങ്ങൽ അങ്ങ് വിഴുങ്ങി. Elephant and they happy ആയില്ലേ. Now the poor girl did not know that next a monkey also did the same. അടുത്തത് ആരായിരുന്നു, കൊങ്ങിനും കാട്ടുന്ന പൊക്രം മങ്കി ആണല്ലേ. കൊങ്ങിനും കാട്ടുന്ന മങ്കിയാണ്. മങ്കി എന്ത് ചെയ്തു, മങ്കി കുരങ്ങച്ചനും എന്ത് ചെയ്തു, അവള് കാണാതെ ഒരു ബനാന ഇങ്ങെടുത്ത് അത് പീൽ ചെയ്ത് എന്ത് ചെയ്തു, കറുമുറു എന്ത് ചെയ്തു, ആ പഴം അങ്ങ് എടുത്ത് കഴിച്ചു.
നോക്കടാ, നെക്സ്റ്റ് അടുത്തതാരാ? A monkey also did the same. The girl continued her journey. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? The girl continued her journey. നമ്മുടെ പെൺകുട്ടി ഇതൊന്നും അറിയാതെ എന്ത് ചെയ്യാണ്? അവൾ എങ്ങനെ പോവാണ്? After that a giraffe saw her with the basket. ദേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഇത്തിരി മുന്നോട്ടേക്ക് പോയപ്പോ ആരാ വരുന്നത്? വലിയ ടോളസ്റ്റ് ആനിമൽ ജിറാഫ് ഇങ്ങനെ വന്ന് കഴുത്തിങ്ങനെ ആദ്യം ദാം എടുത്തു. എന്ത്? ഒരു ഫ്രൂട്ട്, പൈനാപ്പിൾ എടുത്തല്ലേ? He took a pineapple. Then last a fruit only left and it was taken by a parrot. പിന്നെ നോക്ക്, ആ കൊട്ടയില് ആകെ എന്തേയുള്ളൂ? ഒരൊറ്റ ഫ്രൂട്ടേയുള്ളൂ. അത് ആരെടുത്ത്? നമ്മുടെ തത്തമ്മ എടുത്തു. തത്തമ്മ എടുത്തൂലേ? അത് കടിച്ചെന്ത് ചെയ്തു? ഒരൊറ്റ പ്ലക്ക് അല്ലേ? കടിച്ചിങ്ങനെ എടുത്തു. Now പാവം നമ്മുടെ poor girl, അവൾ ഇതൊന്നും അറിയുന്നില്ല. She was walking. ഓക്കെ, അവളിങ്ങനെ വാക്ക് ചെയ്തുകൊണ്ടേ പോവാണ്. അവൾ ഇതൊന്നും അറിയുന്നില്ല. The poor girl did not know anything. അവൾ ഒന്നും എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. She was continuing her walk. അവൾ എന്ത് ചെയ്തു? നടന്നുകൊണ്ടേയിരുന്നു. She was passing beside a mango tree. അവൾ എന്ത് ചെയ്തു? വലിയൊരു മാങ്ങ മരമുണ്ട്. ആ മാങ്ങ മരത്തിന്റെ അടുത്ത് കൂടെ അവൾ എന്ത് ചെയ്തു? പാസ് ചെയ്തു പോയി. Suddenly a goat hit on the tree and mangoes fell on the ground. Suddenly എന്ത് ചെയ്തു? ഒരു ആട് വന്നിട്ട്, നമ്മുടെ എന്താണ് കൊമ്പനാട് വന്നത് ചെയ്തു? ഒരേറ്റിട്ട് ആ മാങ്ങ മരത്തെ അങ്ങ് ഇടിച്ചു. പാട്ട് എന്ത് ചെയ്തു? മാങ്ങ താഴേക്ക് വീണുല്ലേ? ആ വീഴുന്നതോടൊപ്പം നമ്മുടെ ഗേളിന്റെ കൊട്ടയും ബാസ്ക്കറ്റും എന്ത് ചെയ്തു? ഭംഗിയായിട്ട് നിറഞ്ഞു അല്ലേ? Her basket also filled with mangoes. When the girl reached in the market, she was surprised to see her basket with full of mangoes instead of the fruits. She became very happy. അങ്ങനെ അവള് മാർക്കറ്റിലെത്തി തലയിലുള്ള കൊട്ട താഴേക്ക് എടുത്തു വെച്ച് നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. കാരണം എന്താ? അവള് കൊട്ട നിറച്ച് എന്തുണ്ട്? മാമ്പഴങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. അവള് ചിന്തിച്ചു, ഞാൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഇതൊന്നും അല്ലല്ലോ, ഇതിപ്പോ നിറച്ചു മാമ്പഴമാണല്ലോ. അവൾ എന്ത് ചെയ്തു? ഒത്തിരി അവൾക്ക് എന്തായി? ഷി ബിക്കേം വെരി ഹാപ്പി. അവൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു അല്ലേ? അവൾ ആ മാമ്പഴമൊക്കെ മാർക്കറ്റിൽ വിറ്റ് പൈസയുമായിട്ട് എന്ത് ചെയ്തു? വീട്ടിലേക്ക് തിരിച്ചു പോയല്ലേ? നോക്ക്, അവള് എന്തൊരു ഹാപ്പി ആ പെൺകുട്ടി. നമ്മുടെ ഗേള് തിരിച്ചു വീട്ടിൽ വന്നിട്ട്, ഇതാരാ? ഇത് മോമി, ഇത് ഗേൾ. അപ്പൊ അവൾ എന്ത് ചെയ്യാണ്? അവൾ അമ്മയോട് മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യാണ്? ഫുള്ള് പറയാണല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി, ഈ കഥകളൊക്കെ വീട്ടിൽ വന്ന് നമ്മുടെ പെൺകുട്ടി എന്ത് ചെയ്യും? അമ്മേൻ്റെ അടുത്ത് പറയും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ 16th ആക്ടിവിറ്റി ഇഷ്ടമായില്ലേ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ 10th ടച്ചിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതേപോലെ മറ്റു പാഠങ്ങൾ നമുക്ക് പഠിക്കണ്ടേ? ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് വേണം? അന്നുമിസിന്റെ കൂടെ എല്ലാവരും ഉണ്ടാവണം. സോ we will എന്താണ്? See you later. Okay, I'll see you later. Thank you.